സഹോദരന്മാരെ, ഞാൻ എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന സമസ്തയിൽപ്പെട്ട സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളോട് ചോദിക്കാൻ, ഇങ്ങനെ ഒരു ഫത്വ അഥവാ ഈ പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ കൊടുത്ത ഇതുപോലത്തെ ഒരു ഫത്വ നിങ്ങൾക്ക് ഇമാം ഷാഫിയുടേത് കാണാൻ കഴിയോ? നിങ്ങൾക്ക് ഇമാം അഹമ്മദിന്റേത് കാണാൻ കഴിയോ? നിങ്ങൾക്ക് ഇമാം അബൂ ഹനീഫയുടെ കാണാൻ കഴിയോ? പോകട്ടെ, ഇമാം നവവിയുടേത് കാണാൻ കഴിയോ? ലോകത്ത് കഴിഞ്ഞുപോയ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സുബക്കിക്ക് മുമ്പ് 6-ാം നൂറ്റാണ്ട് മുമ്പ്, അതിനുശേഷമാണ് ഈ പറയുന്ന തിന്മകൾ വന്നിട്ടുള്ളത്. ആദ്യ നൂറ്റാണ്ടുകളിൽ അവർക്കും അദ്വാഉൽ ഇബാദ എന്ന ഹദീസ് അവർ കണ്ടതാണല്ലോ. ഏതെങ്കിലും ഒരു ഫത്വയിൽ ഉണ്ടോ? ഞങ്ങള് വല്ലാതെ മെനക്കെടണ്ട. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഫത്വ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്വർഗം കിട്ടണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടല്ലോ അല്ലെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, അന ഔലൻ നാസി ബിൽ മുഅ്മിനീന ഫീ കിതാബില്ലാഹി അസ്സ വജൽ ഫഅയ്യുകും മാ തറക ദൈനൻ ഔ ലയഅതൻ ഫദ്ഉനി. നിങ്ങൾക്ക് കടമോ പ്രയാസമോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ. ഈ മൗലവിയുടെ അതേ വാചകപ്രകാരമുള്ള അർത്ഥമാണ് എന്നോട് പ്രാർത്ഥിച്ചോളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഏതെങ്കിലും ഇമാമിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഇവിടെ ഹദീസിലുള്ളത് ഇങ്ങനെയാണ്, അന ഔലൻ നാസി ബിൽ മുഅ്മിനീന ഫീ കിതാബില്ലാ. അതായത് ഞാൻ ജനങ്ങളിൽ മുഅ്മിനീങ്ങളോട് ഏറ്റവും അടുത്ത ആളാണ് എന്നുള്ളത് അള്ളാഹിന്റെ കിതാബിൽ വന്ന കാര്യമാണ്. അതേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. വിശ്വാസികൾക്ക് സ്വദേഹത്തെക്കാളും അടുത്തയാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നബിയോടുള്ള നമ്മുടെ അടുപ്പം നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന ആ കാര്യത്തെ പഠിപ്പിക്കണം. അതിനെക്കുറിച്ചാണ് നബി പറഞ്ഞത്, അന ഔലൻ നാസി ബിൽ മുഅ്മിനീന ഫീ കിതാബില്ലാഹി അസ്സ വജല്ല. എന്നിട്ട് പറയാം, ഫഅയ്യുകും മൻ തറക ദൈനൻ. നിങ്ങൾ ആരെങ്കിലും മരിക്കുന്ന സമയത്ത്, അതായത് ഇത് ഫറായിദിന്റെ ബാബിലായതുകൊണ്ട് അതിനങ്ങനെ അർത്ഥം പറയാൻ പറ്റുള്ളൂ. കാരണം തെരിക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു പോകുന്ന സമയത്ത് അയാൾ വിട്ടേച്ച് പോകുന്ന സ്വത്താകാം, ബാധ്യതകളാകാം, ഇതൊക്കെ തെരിക്കാന്ന് പറയും. അപ്പം ഫഅയ്യുകും മൻ തറക ദൈനൻ, ആരെങ്കിലും മരിക്കുന്ന സമയത്ത് അയാൾ കടക്കാരനായിക്കൊണ്ടാണ് മരിക്കുന്നത്, അതല്ലെങ്കിൽ ഔ ലയഅതൻ, അയാൾക്ക് നിരാലംബരായിട്ടുള്ള കുടുംബക്കാരാണുള്ളത്. അതായത് അദ്ദേഹത്തെ അവലംബിച്ചുകൊണ്ടായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്ന, അദ്ദേഹം മരിച്ചതോടുകൂടി അവരൊക്കെ എന്തായി, പട്ടിണി പാവങ്ങളും പ്രയാസത്തിലും ആകുന്ന അവസ്ഥയിലാണുള്ളത് എങ്കിൽ ഫദ്ഉനി. മുസ്ലിം പറഞ്ഞ നടക്കുന്ന നോക്കുകയാണെങ്കിൽ അവരെന്നോട്, അപ്പോൾ നിങ്ങൾ എന്നോട് എന്താക്കുക, പ്രാർത്ഥിക്കുക എന്നാണ്. അത് പേരോട് ഇതിന്റെ തൊട്ടുമ്പ് പറഞ്ഞ സാധനമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയിക്കാണ്ട് പ്രാർത്ഥിക്കലില്ല, പെർമിഷൻ കിട്ടാൻ വേണ്ടി. നിങ്ങൾ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പെർമിഷന് വേണ്ടി പ്രാർത്ഥിക്കലുണ്ടോ? ഇല്ല, അപേക്ഷിക്കല. അപ്പോൾ ഫദ്ഉനി എന്ന് പറഞ്ഞാൽ അവരെന്നോട് ചോദിച്ചു കൊള്ളട്ടെ എന്നാണ്. ഇതാ കടം വീട്ടാൻ ആവശ്യമായ പണം ചോദിക്കണം. ഇത് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുത്തുഹാത്തുകൾ അഥവാ ഇസ്ലാമിക രാജ്യം എന്നുള്ള നിലയ്ക്ക് രാജ്യം വിശാലമാവുകയും മദീനയുടെ പുറത്തു നിന്ന് തന്നെ സമ്പത്തുകളൊക്കെ മദീനയിലേക്ക് വരികയൊക്കെ ചെയ്തു. യുദ്ധത്തിലൂടെയും മറ്റുമൊക്കെ ഗനീമത്ത് സ്വത്തും അതുപോലെ തന്നെ ഫൈവും ഒക്കെ വന്ന സമയത്ത്, ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം ഒരു പദപ്രയോഗം നടത്തിയിട്ടുള്ളത് എന്നത് കൂടുതൽ നമ്മൾ ഈ ഹദീസിനെ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കാണാൻ കഴിയും. അതിന്റെ മുമ്പ് കാലങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, നബിയുടെ മുമ്പിൽ നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാറുള്ളത്, ഇയാൾക്ക് കടമുണ്ടോന്നാണ്. ഹൽ തറകലി ദൈനിഹി ഫദ്ല, ഇയാളുടെ വല്ല കടത്തിനും വല്ല ബാക്കിയും ഇനി ഉണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. അങ്ങനെ ഫഇന്നഹു ഹദീസ അന്നഹു തറക, അദ്ദേഹം കുറച്ചും കടം ബാക്കിയുണ്ട് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, സ്വല്ലു അലാ സാഹിബിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സാഹിബിന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കടക്കാരന് വേണ്ടി നിസ്കരിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറി നിൽക്കാറായിരുന്നു പതിവ്. എന്നാൽ ഇത്തരത്തിൽ പുറത്തുനിന്നും മറ്റുമൊക്കെ ഇസ്ലാമിക രാജ്യം എന്നുള്ള നിലക്ക് തന്നെ രാജഖജനാവിലേക്ക് സ്വത്തുക്കളും മറ്റൊക്കെ വന്നു തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് പറഞ്ഞതാണ്, അന ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം ഫമൻ തുവഫിയ മിനൽ മുഅ്മിനീന ഫതറക ദൈനൻ ഫഅലയ്യ ഖളാഉഹു. അത് വീട്ടിൽ എൻ്റെ മേൽ ബാധ്യതയാണെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നാട്ടിലെ ഭരണാധികാരിയാണ്. അപ്പോൾ ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് തന്നെ ഒരു മുസ്ലിമിന്റെ കടം അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കോ മറ്റോ വീട്ടാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിന് സ്വത്തോ മറ്റൊന്നുമില്ല, അങ്ങനത്തെ അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബൈത്തുൽ മാലിൽ നിന്ന് എടുത്തിട്ട് എന്താകും, വീട്ടും. അതുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്, ഫഅലയ്യ ഖളാഉഹു വമൻ തറക മാലൻ ഫലി വറസതിഹി. ഇനി ആരെങ്കിലും സ്വത്ത് അവശേഷിപ്പിച്ചുകൊണ്ടാണ് മരിക്കുന്നുണ്ട്, അത് അവന്റെ അനന്തരാവകാശികൾക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇതേ സംഭവത്തിൽ തന്നെ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുമ്പോൾ മറ്റൊരു ലഫ്ദിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് ഫഇൻ തറക ദൈനൻ ഔ ലയഅൻ ഫൽയഅ്തിനി എന്നാണ് പറഞ്ഞത്. ഫൽയഅ്തിനി സമാനമായ അതേ സംഭവത്തെ പറഞ്ഞു, ഫൽയഅ്തിനി, അവൻ എൻ്റെ അടുത്ത് വന്നു കൊള്ളട്ടെ എന്നാണ്. അതെ, ഫഅന മൗലാഹു, അപ്പോൾ അവനുള്ള സഹായി ഞാൻ, അവന്റെ വലിയ ഞാനാണ്. അവിടെ വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമാണ്, നമുക്ക് കല്യാണത്തിന് പെണ്ണിന്റെ ഒരു വലിയ ഉണ്ടാവും. എന്താ വലിയ എന്ന് പറഞ്ഞാൽ അവിടെ പറയാം, അതായത് ആ കല്യാണം നിർവഹിച്ചു കൊടുക്കുന്ന ആള്, ഉത്തരവാദിത്തമുള്ള രക്ഷാധികാരി. അതുപോലെ തന്നെ ഞാനാകുന്നു അവന്റെ രക്ഷാധികാരി, അതുകൊണ്ട് അവന്റെ ധനം ഞാൻ വീട്ടിക്കൊള്ളാന്നാണ് നബി പറഞ്ഞത്. അതിനെയാണ് മുസ്ലിം എന്താക്കിയത്, ഫദ്ഉനി. ഇക്കാലത്തിലാണ് ഇവരെന്താക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കടം വന്ന് മരിച്ചാൽ ഒക്കെ നബിനോട് തോന്നുന്നോളി, നബി വീട്ടിക്കോളെന്ന് പറയും. ഇവർക്കൊന്നും ആ നിലക്കൊക്കെ കടം കൊടുക്കാൻ പോലും പറ്റും തോന്നുന്നില്ല. കാരണം സ്വാഭാവികമാണ്, കടം തിരിച്ചറിയാതെ അവർ പറയുന്നത് നബി വീട്ടിക്കോളൂ, നിങ്ങൾ വരണം മതി എന്ന് പറയുന്നിടത്തേക്കാണ് സമൂഹത്തെ കൊണ്ടുപോകുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.